യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മൗനിയാണ്, സംസാരിക്കത്തില്ല, വളരെ അപൂർവമായിട്ട് സംസാരിക്കും. അവർ സമാധിയിലാണ് ഇരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ സമാധിയും ജ്ഞാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രാജയോഗം അനുശാസിക്കുന്ന സമാധിയിലെത്തണമെങ്കിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇത്രയും പടികൾ കടന്നു പോകണം. അപ്പം നമ്മുടെ മനസ്സിലും കള്ളത്തരമാണ് ഉള്ളതെങ്കിൽ അതുപോലെയുള്ള കുട്ടിഗുരുക്കന്മാരെ കിട്ടും. അവിടെ നമ്മൾ നശിച്ചു പോകും. എല്ലാവർക്കും നമസ്കാരം. പൊതുവെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില ചോദ്യങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം? പിന്നെ അഘോരികളെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് ചിലർ ചെന്നുപെടുന്നുണ്ട്. പിന്നെ സമാധി അനുഭവത്തിന് വേണ്ടി തിടുക്കം കൂട്ടുന്ന ഒരു കൂട്ടർ, സിദ്ധിക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്ന മറ്റൊരു കൂട്ടർ. ഇവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള അറിവില്ലാത്തവരാണ് ഈ ഓടുന്നത്. യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരാൾ ഗുരുവാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അന്വേഷിക്കുന്നവന് കുറച്ച് സംസ്കാരം, സാധനാ സമ്പന്നനായിരിക്കണം. എനിക്ക് അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന എൻ്റെ തന്നെ 2 സ്റ്റുഡൻസ് ഒരിക്കലും എന്നോട് പറയുകയുണ്ടായി. ഒരു സ്ത്രീ, അവർ മൗനിയാണ്, സംസാരിക്കത്തില്ല, വളരെ അപൂർവമായിട്ട് സംസാരിക്കും. അവർ സമാധിയിലിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവരെ ദിവ്യയായിട്ടുള്ള ഒരു സ്ത്രീയെ സമൂഹത്തിൽ അവതരിപ്പിച്ചു. ഇവർ സംസാരിക്കത്തില്ല. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഈ വാർത്ത എത്തി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്വാമി, അവർ ഒരു ഉയർന്ന നിലയിലിരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സമാധിയെക്കുറിച്ച് അറിയൂ? സമാധിയെക്കുറിച്ച് അറിയാതെ അവർ സമാധിയിലാണ് ഇരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം? അത് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല. അവസാനം വീണ്ടും ഇവരെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവർ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. കൂടെ നിൽക്കുന്ന ആൾ ഇവർ സമാധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു, പേരുണ്ടാക്കുന്നു. അപ്പോൾ സമാധിയും ജ്ഞാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രാജയോഗം അനുശാസിക്കുന്ന സമാധിയിലെത്തണമെങ്കിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇത്രയും പടികൾ കടന്നു പോകണം. അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനുശേഷമാണ് സമാധിയിലേക്ക് പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ അതല്ല. ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. സമാധി കിട്ടിയത് കൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ? ആ വ്യക്തിക്ക് പറ്റും. ആ വ്യക്തി മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. പക്ഷേ സാധാരണക്കാരന് അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. ഉപനിഷത്തിൻ്റെ തലത്തിൽ സമാധി എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അതിന് ഇങ്ങനെയുള്ള പ്രക്രിയയല്ല, അതിന് വേറൊരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗുരുവാണോ, യോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗുരുവാണോ, അല്ലെങ്കിൽ ഭക്തിയിൽ പോകുന്ന അതിന് നിർദ്ദേശം നൽകുന്ന ഒരു ഗുരുവാണോ? ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് എല്ലാത്തിനെയും ചേർത്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്കായാലും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സമാധിയെക്കുറിച്ച് വലിയ വിവാദമുണ്ടായിട്ടുള്ള വിഷയമാണ്. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ മതപരമായ രീതിയിൽ വേറെ കൊണ്ടുപോവുക, അത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. ഇതേപോലെ തന്നെയാണ് അഘോരികളെക്കുറിച്ചുള്ളത്. ഭാരതത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു രീതിയാണ് അഘോരികളുടേത്. അവർ തന്ത്രശാസ്ത്രം, അവരെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്തോ ഭഗവത്ഗീതയോ ഒന്നും അവർക്ക് പ്രമാണമല്ല. അവർ കുളാർണവ തന്ത്രം, ഈ
വാമാചാരമാണ്. അതിൽ സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അവരിൽ ശവാരാധന വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ ഇതിനൊക്കെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഉപാസനകൾ ചെയ്യരുത്, ചെയ്താലുണ്ടാകുന്ന ദോഷങ്ങൾ. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ കൃതി ഒന്ന് വായിച്ചു നോക്കണം. മലയാളത്തിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. പക്ഷേ ആളുകൾക്ക് താൽക്കാലികമായിട്ടുള്ള സിദ്ധി വേണം. ആ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ ചെന്നുപെടുന്നത്. പെട്ടെന്ന് പൈസക്കാരനാകാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന പോലെ തന്നെയാണ് ആധ്യാത്മിക ലോകത്ത് പെട്ടെന്ന് പ്രശസ്തനാകണം, സിദ്ധികളുണ്ടാകണം. നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്ന പോലെ ഇൻസ്റ്റൻറ്റ് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിയലൈസേഷൻ, അത് അസാധ്യമാണ്. അപ്പോൾ ഒരു ഗുരുലാഭം നമുക്ക് സംഭവിക്കുകയാണ്. എപ്രകാരമെന്ന് വെച്ചാൽ, ഒരു റോസാപ്പൂ വിടരുന്നത് നമുക്കറിയില്ല. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള തലത്തിലാണ്. നമ്മൾ അതിരാവിലെ നോക്കുമ്പോൾ അത് ഒരു മൊട്ട്, വികസിക്കാറായ മുട്ടായിരിക്കാം. നമ്മൾ അതിൻ്റെ കൂടെ ഇരുന്നാൽ പോലും അതിനെ നമുക്ക് ആ വിരിയുന്ന പ്രക്രിയ നമുക്ക് കാണത്തില്ല. അത്ര സ്ലോവായിട്ട് ഉള്ളൊരു പ്രക്രിയയാണ്. അതേപോലെയാണ് ഒരു യഥാർത്ഥ ഗുരുവിനെ നമുക്ക് കണ്ടെത്തുമ്പോൾ അത് നമ്മളിൽ ഒരു വിരിയൽ പ്രക്രിയയുണ്ട്. അത് അത്ര സൂക്ഷ്മമായ തലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് അവെയറാകണം. നമ്മുടെ മനസ്സ്, ബുദ്ധി, നമ്മുടെ വാസനകൾ അത്രമാത്രം നമ്മൾ അവെയറായിരുന്നാൽ മാത്രമേ ഈ ഒരു സംഭവം, അപ്പോൾ അയാൾ ഉത്തമനായ ഗുരുവാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ആ വ്യക്തി നമ്മളോട് ഉപദേശിച്ച കാര്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുമ്പോഴാണ്. തത്വമസി എന്ന് ഗുരു നമ്മളോട് ഉപദേശിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് ബോധത്തിലേക്ക്, അവബോധത്തിലേക്ക് അവൻ ഉണരണം. അതിനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. അപ്പം അത് ഗുരു ഉപദേശിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അറിവായി ഇരിക്കാൻ പറ്റുന്നില്ല, ഈ അജ്ഞാനത്തിൽ ഉണരാതിരിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ യഥാർത്ഥ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു യോഗ്യത, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തോന്നുന്ന പോലെ പലതും വിളിച്ചു പറയും. അതിനെ ആ രീതിയിൽ അവർ വളച്ചൊടിക്കും. അതെല്ലാം എപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നം ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തന്നെ ഗുരു ഉണ്ടാവാം, പക്ഷെ അത് ഗുരുവാണെന്ന് തിരിച്ചറിയാൻ പറ്റണ്ടേ? നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യം നോക്കിയാൽ അറിയാം. കൃഷ്ണനും അർജുനും അളിയനുമായിരുന്നു. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് വന്നപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്? അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അർജുനൻ്റെ കളിത്തോഴനായിട്ടിരിക്കുമ്പോഴും അർജുനന് ഇദ്ദേഹം വേറൊരു തലത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയെ നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മൾ കാണുമ്പോഴും നമുക്ക് ആ രീതിയിൽ തിരിച്ചറിയുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെയും അങ്ങനെ ആ ഒരു ഉത്തമനായിട്ടുള്ള ഗുരുവായിട്ട് കാണാൻ ഇന്നും സമൂഹം മടിക്കുന്നു. കാരണം അവരുടെ സംസ്കാരം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് ഗുരുവും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഗുരു ഉപദേശിച്ച് തരുന്ന രീതിയിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ തെളിച്ചം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, അതാണ് മുഖ്യം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾക്ക് ഉണരുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഉപനിഷത്തുകൾ പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അദ്വൈതദീപിക തുടങ്ങിയിട്ടുള്ള വേദാന്ത പ്രധാനമായിട്ടുള്ള അദ്വൈത ജ്ഞാനത്തെ ഊന്നിപ്പറയുന്ന ആ കൃതികളൊക്കെ നമ്മൾ പഠിക്കണം. സ്വന്തമായിട്ട് വായിച്ചാൽ പലപ്പോഴും അത് തലയിൽ കയറില്ല.
അതുകൊണ്ടത് പഠിച്ച് അനുഭവസമ്പന്നരായിട്ടുള്ള വെറും പണ്ഡിതന്മാരെയല്ല, അത് സ്വാംശീകരിച്ചിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തി അവരിൽ നിന്നും സംശയ നിവാരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. അതിനാണ് സത്സംഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മനസ്സിലും കള്ളത്തരമാണ് ഉള്ളതെങ്കിൽ അതുപോലെയുള്ള കുട്ടിക്കുരുക്കന്മാരെ കിട്ടും. അവിടെ നമ്മൾ നശിച്ചു പോകും. തീർച്ചയായിട്ടും നമ്മുടെ പ്രാരബ്ധം അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം നല്ലതായിരിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല ഒരു ഉത്തമനായിട്ടുള്ള ഗുരുവിനെ കാട്ടിത്തരണേ, ആ രീതിയിൽ നമ്മൾ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് അങ്ങനെയുള്ള ഗുരു വന്നെത്തും. അതിനുള്ള ശ്രമം നമ്മൾ നടത്തുക. അത് വഴിതെറ്റിപ്പോകാതെ നമ്മുടെ ജന്മം കൃതകൃത്യമാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ വീണ്ടും എത്രയോ ജന്മങ്ങൾ പാഴായി പോകും. സംശയമുള്ളവർ ഗുരുവിൻ്റെ ദൈവചിന്തനം എന്നുള്ള കൃതി എടുത്ത് വായിക്കുന്നത് ഉത്തമമായിരിക്കും. ഏവർക്കും നമസ്കാരം.